അപ്പോൾ സാമ്പാറിന് ഒരു ചെറിയ കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചാണ് വേവിച്ചത്. ഇനി അതിനാവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ആവശ്യമായ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തെടുക്കുക. ചെറിയ ഉള്ളി ചേർക്കുന്നവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം. വേറെ എന്തെങ്കിലും ചേർക്കില്ലേ? കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് വേണം സാമ്പാറിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറേ ചേർക്കണോ? തോല് കളഞ്ഞിട്ട് എണ്ണി നോക്കാം. ഇത് പുളിശ്ശേരി വെച്ച ബാക്കി വെള്ളരിയ. ഇന്നലെ അമ്പലത്തിന് ആളുണ്ടായിന്. മോശമൊന്നുമില്ല, സംക്രമമായിട്ട് ആളുണ്ട്. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ടാവല്ലേ? ഇത് കീറിയിട്ടതല്ലേ? 12 അല്ലി വെളുത്തുള്ളി രണ്ടായി പിളർന്നിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില അതിലിടൂല. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തെടുക്കുക. നല്ല നാടൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ വേണ്ടി. ഇവരെ നിൽക്കുന്ന മുട്ടായി പീസ് കാണിക്ക് നീ കാണിക്ക്. ഇതാ കണ്ട, ഇവനെ നിനക്ക് തന്ന മുട്ടായിയുടെ പീസാണ് ഗൈസ്. മിൽക്കി ബാർ നിന്നിട്ട് ഒരു പീസ് കഷ്ണം പീസാണ് എനിക്ക് തന്നത്. ഇതാ അതും ഒരു എനിക്ക് വേണ്ട, 4-ൽ 1 ഭാഗം ഉണ്ടെങ്കിൽ എന്തായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാറിന് ആവശ്യമായ തേങ്ങ വെച്ചിട്ടുണ്ട് അടുത്തിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് അടുപ്പത്ത് വെക്കുക. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായി വറുത്തെടുക്കണം. പൈനോണിക്കെന്നാ എവിടെ പോകാനുണ്ടോ? കുഞ്ഞോട്ടനെവിടെയും പോകണ്ടോ ചേട്ടാ? ഇവന്റെ കല്യാണം അതേടാ, നിനക്ക് സ്കൂൾ പോകാൻ മടിയാ? കൊണ്ട് ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് എനിക്ക് തന്നെ സമാധാനപ്പെടെ. ഇത് നല്ലോണം പഠിക്കുന്നു. പഠിക്കുന്ന ഞങ്ങൾ ട്യൂഷൻ അയക്കൂലല്ല, ഇത് പഠിക്കലോ അലപ്പാക്കി. സാമ്പാറിന് കൂടുതൽ പരിപ്പ് ചേർക്കണമെന്നൊന്നുമില്ല, കുറച്ച് ചേർത്താൽ മതി. ഒരു പിടി പരിപ്പ് ചേർത്താലും മതി അല്ലേ? സാമ്പാറിന് പരിപ്പ് കുറച്ച് ചേർത്താൽ മതി അല്ലേ? പരിപ്പ് അധികം ചേർത്താൽ സാമ്പാർ ടേസ്റ്റ് കുറയുന്ന പുഷ്പിച്ച് പറയുന്നു. അപ്പൊ പുഷ്പിച്ച് കുറച്ച് പരിപ്പ് ചേർത്തിട്ടാണ് സാമ്പാർ. അതിന് പുഷ്പിച്ച സാമ്പാർ നല്ല ടേസ്റ്റാണ്. ഒരു സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ സാമ്പാറാണ് പുഷ്പിച്ച് ഉണ്ടാക്കുന്നത്. നാടൻ സാമ്പാർ, നാടൻ സദ്യ സാമ്പാറല്ലേ. ഇപ്പൊ തേങ്ങ വറുത്തെടുക്കുന്നത്. നല്ല ബ്രൗൺ നിറമാവുന്നവരെ വറുത്തെടുക്കുക. നമുക്ക് സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങൾ അരിയാം.
ആദ്യമായിട്ട് കുറച്ചൊരു കഷ്ണം വെള്ളരിയാണ് പുഷ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും തോലോട് കൂടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. തോലോട് കൂടി വെള്ളരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളോട് എടുത്ത് വെക്കുന്നുണ്ട്. കയ്പ്പൊക്കെ വേണ്ട കേട്ടോ, അത് ജസ്റ്റ് പുഷ്പിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചോ. ചേന കയ്പ്പൊക്കെ കൂട്ടുന്നവരുണ്ടോ? സാമ്പാറിന് ആവശ്യമായ പച്ചക്കറി ചേന, ക്യാരറ്റ്, ബീൻസ്, കൊത്തമര, പയർ, പിന്നെ നമ്മുടെ മുരിങ്ങവാട്, പച്ചക്കായ്. ഈ മുരിങ്ങവാള വെച്ചിടുക. ഇതാ ഇത്രയും മുരിങ്ങവാള എടുത്തിട്ടുണ്ട് പുഷ്പിച്ച്. അടുത്തത് വെണ്ടക്ക, 4-5 വെണ്ടക്ക. തേങ്ങ ആയോ നോക്കട്ടെ. അയ്യോടാ ഇല്ല, ഒരു വഴുതനങ്ങി കൂടെ വേണം. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് സാമ്പാറിന് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം മറന്നുപോയല്ലേ, ആ ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പരിപ്പ് കുറവായാലും പച്ചക്കറികളെല്ലാം ചേർത്താൽ സാമ്പാർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ആയോ നോക്കാം. തേങ്ങ വെച്ചാലേ അപ്പോൾ സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത്തിരി വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ നന്ന ചെറുതാക്കി അരിയണ്ട, ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ചേന എല്ലാവരും ഇടൂല, നമ്മളെല്ലാവരും ചേന ഇടൂല, ചേനയും കയ്യൊന്നും ഇടൂല. നമുക്ക് ഇഷ്ടമാണ്. ചിലവരൊന്നും ചേനയും കായൊന്നും ഇടൂല എന്നാ പറയുന്നത് പുഷ്പിച്ച്. പക്ഷെ ചേനയും കായും ചേർത്തിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് സാമ്പാർ. സദ്യക്കുള്ള സാമ്പാറിൽ ചേർക്കുമല്ലോ ചേനയും കായും. ഇതാ അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ആവണല്ലേ. ജീരകം തന്നെ ചേർക്കുമോ? ഉലുവ ചേർക്കും അല്ലേ. അപ്പോൾ ഇതിലേക്ക് തന്നെ ജീരകം, ഉലുവയും കുരുമുളകും കൂടി ചേർക്കണം. ഇത് കുറച്ചും കൂടെ ആയി കഴിഞ്ഞിട്ട്. അപ്പോൾ വെള്ളരി, ചേന, ക്യാരറ്റ് ഇത് നന്നായിട്ട് കുറച്ച് വേവധികമുള്ളതായതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചട്ടിയിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർക്കും. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് പുഷ്പിച്ചിന് സാമ്പാർ ഉണ്ടാക്കുന്നത്. വെള്ളരി, ക്യാരറ്റ്, ചേന ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് കുറച്ച് വേവധികം ഉണ്ടല്ലേ ഫസ്റ്റ് വേവിക്കുന്നു. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായി ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. അയ്യോ പൊട്ടിത്തെറിച്ചു. ഇത്രയും ചേർത്താൽ പോരെ. 2-3 കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. കുരുമുളക് മുതുമന പൊടിക്കാത്ത എൻ്റെ മുതല ഇത്രയും കുരുമുളക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് എരിവ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കുരുമുളകിൻ്റെ ഒരു ചുവ വരുമ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ള തേങ്ങ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അടുപ്പ് കത്താനാ പണിയല്ലേ, കാറ്റായതുകൊണ്ട്.
സാമ്പാറിന് ആവശ്യമായ ബാക്കിയുള്ള പച്ചക്കറിയുടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ചെത്തിക്കളയും. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാൻ പോവാണ്. തോലെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിട്ട് നല്ല കൊഴുപ്പ് കിട്ടുമല്ലോ കറിക്ക്. സാമ്പാറിൻ്റെ ഉരുളക്കിഴങ്ങ് കിട്ടണം. ഉരുളക്കിഴങ്ങ് ഇട്ടാലേ സാമ്പാറിൻ്റെ ആ ഒരു രുചി വരുള്ളൂ. അയ്യോ, ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളരി മുറിച്ചിട്ടില്ല അല്ലേ നേരത്തെ. ഒരു പച്ചക്കായ് ഇതിലേക്ക് മുറിച്ചിടാം. ഒരു പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. മുറിച്ചെടുക്കാം. ഇനി ഒരു കഷ്ണ സവാള. കഷ്ണമൊന്നുമല്ല, ബാക്കിയില്ലത് ഞാൻ മുറിച്ചിട്ടുണ്ട്. എത്ര സവാള ചേർക്കണം? ഒന്നുകൂടി വേണം. ഒന്നുകൂടി ചേർക്കണം. അപ്പോൾ 1.5 സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടും. നമ്മുടെ സാമ്പാറിൽ ഞാൻ വെച്ച് കഷ്ണ സവാള. ഒരു സവാളയുടെ പകുതി. ഉള്ളിക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായി. പൈസ അധികമാണല്ലോ ഇപ്പോൾ. വെളുത്തുള്ളിക്ക് മതിയാ? വെളുത്തുള്ളിക്കാ കൂടുതൽ. അതെയോ? 250. 350. എന്താ 350? 50 ഉറുപ്പിക്ക് 2 വെളുത്തുള്ളി. ഇഞ്ചിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുക. ചെറിയ കഷ്ണം മതിയല്ലേ? ഇപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി നമ്മളാദ്യം വെള്ളരിയും പിന്നെ ക്യാരറ്റും ചേനയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തിട്ട്. ബാക്കിയുള്ള പച്ചക്കറികളാണ് അരിയുന്നത്. ഉള്ളി, പച്ചക്കായ്, ഉരുളക്കിഴങ്ങ്, കഷ്ണം ഇഞ്ചി, ഇതൊക്കെ അരിയുക. ഇനി എന്താ ചേർക്കേണ്ടത്? പച്ചമുളക്. എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് വെക്കുക. കൊണ്ടാട്ട മുളകാണല്ലേ? അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ടതില്ല. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വരും. ഇപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാണ്ട് നമ്മൾ സാമ്പാറിനുള്ള തേങ്ങ വറുത്തത് അരച്ചെടുക്കാം. അരിയും ക്യാരറ്റെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങും പച്ചക്കായും ഇതെല്ലാം മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക.
ഊറ്റിക്കുമ്പോൾ തിരിയും. ഇനി അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാ? നോക്കിയിട്ട് ചേർക്കാം. ഇനി അത് അടച്ച് വെച്ച് വേവിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി, ബാക്കിയുള്ള അരിയുണ്ട് ഇനി. ബാക്കിയുള്ള പച്ചക്കറിയായ മുരിങ്ങവാള്, പിന്നെ ബീൻസ്, കൊത്തമര, പയറല്ലേ ഇളം പയർ, ഇതെല്ലാം അരിഞ്ഞു കൊടുക്കും. ലാസ്റ്റ് അതല്ല ചേർക്കല്. അത് വെന്തേറ്റാ? അത് വെന്തിട്ടാകുമ്പോൾ അപ്പം അത് ചേർത്തിരിക്കുന്ന പച്ചക്കറികൾ വെന്തതിന് ശേഷം ഇത് ചേർക്കും. എടാ കുഞ്ഞൂട്ടാ, എന്താ വാങ്ങണ്ട വെക്കുന്ന? കണ്ണിൻ്റെ ഇത് പോയാ എടാ കായം വാങ്ങണം പോലെടാ സാമ്പാറിലിടാൻ. കായം ഇളനീർക്കുഴമ്പ് കണ്ണിൽ ഇട്ടിച്ചിട്ട്. നീ ഒന്ന് പോയേട്ടാ അപ്പുറത്തേക്ക്. അതിൽ കൊള്ളൂല എന്നൊക്കെ അന്നേരം തോന്നി. അപ്പൊ ചെറിയ മൺചട്ടിയാണ് പുഷ്പിച്ച് അടുപ്പത്ത് വെച്ചത്. അപ്പൊ ഈ പച്ചക്കറിയെല്ലാം വേകുന്ന സമയത്തേക്ക് ചട്ടി ഫുള്ളായി. ഇനിയിപ്പോ ചട്ടി മാറ്റേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്ക് ആ പാത്രത്തിൽ സാമ്പാർ കൊള്ളൂല. അപ്പൊ നമുക്ക് വേറെ ചട്ടിയിൽ വെക്കാം. മൺചട്ടിയിലല്ലോ വേറെ? അപ്പൊ അലുമിനിയത്തിൽ വെക്കുന്നു. അപ്പൊ നമുക്ക് അലുമിനിയം പാത്രത്തിൽ വെക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ ചട്ടി വാങ്ങാം അല്ലേ പുഷ്പേച്ചി? ഇനി നമ്മൾ ആ തേങ്ങ വറുത്ത് വെച്ച ആ പാത്രത്തിൽ തന്നെ മസാല ഒന്നും പറയാൻ പാടില്ല. എന്നാൽ നമ്മൾ സാമ്പാറിന് ആവശ്യമായ മല്ലിപ്പൊടി ആ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് മല്ലി വാങ്ങി ഉണക്കി പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ് അല്ലേ? ഇനി അതിലേക്ക് ഇത് കുമ്മിട്ടി മുളകാ, നമ്മളെ കാശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ആക്കിയതാണ്. ഇത് എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കണ്ട. മഞ്ഞപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നന്നായി വറുത്തെടുക്കും. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കളർ വരണം. എന്നാൽ നന്നായി കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ ആ ചട്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് പുഷ്പിച്ച് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്, കുറച്ചൊന്നല്ല. എന്താ അപ്പോൾ പുതിയ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ മൺചട്ടിയിൽ കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്തു. മുരിങ്ങവാളിൽ ഇട്ടിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്തിട്ടുണ്ട്. ആ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിൽ നിറച്ചും ആവില്ല, കാരണം ചെറിയ പാത്രമല്ലേ അത്. അപ്പോൾ അരവൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിൽ കൊള്ളൂല കറി. അപ്പോൾ ഈ വലിയ പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കറിയെല്ലാം മാറ്റുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ടും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല ചട്ടി തന്നെ ഉണ്ടാക്കും, മൺചട്ടിയിൽ. ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ടാണ്. അതിൽ കണക്കായിട്ട് കൊള്ളുമല്ലോ പുഷ്പിച്ച്. അപ്പോൾ നമ്മൾ ചട്ടിയിലുള്ള പച്ചക്കറി ഒഴിച്ചതല്ലേ ഇതിലേക്ക് ചേർത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായി അടച്ച് ബാക്കിയുള്ളതും കൂടെ വേവിച്ചെടുക്കും. ബാക്കിയുള്ളത് പറഞ്ഞാൽ മുരിങ്ങവാളും തക്കാളി ചേർത്തിട്ടില്ല അല്ലേ? തക്കാളി അവസാനം ചേർക്കുള്ളൂ. ഒന്നൊന്നും ചിഞ്ചട്ടി എടുപ്പത്ത് വെച്ചിന് വെറുതെ വെച്ചത് വറുത്തല. നമുക്ക് വഴുതിനെ കൂടെ മുറിക്കാനുണ്ട്.
അപ്പോൾ വലിയ വഴുതനങ്ങ എടുത്തിരിക്കണം. ഞാൻ പകുതി ഇടുന്നില്ല. പകുതി ഇടുന്നില്ലോ. ഇത് വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നില്ല. അപ്പോൾ വഴുതനങ്ങ മുറിച്ചിടുക. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചക്കറികളെല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കാൻ പാടില്ല. ചില പച്ചക്കറികൾക്ക് വേവ് കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. അപ്പോൾ വേവ് കൂടുതലുള്ള പച്ചക്കറികൾ ആദ്യം വേവിച്ചെടുക്കും. അപ്പോൾ അടുത്തത് വെണ്ടക്ക കട്ട് ചെയ്തിടുക. ഇനി ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ അരിഞ്ഞിടാം. നമ്മളിവിടെ പച്ചക്കറി 3 സ്റ്റെപ്പായിട്ടാണ് ഉപയോഗിച്ചതല്ലേ. ഇത് ലാസ്റ്റായിട്ട് വേണ്ടതാണ്. നമ്മുടെ തക്കാളി, വെണ്ടക്ക, വഴുതിനങ്ങ. അപ്പോൾ ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ വെണ്ടക്ക, വഴുതിനങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിക്കുക. പച്ചക്കറിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കും പിന്നെ വഴുതിനങ്ങ അല്ലേ, ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. സാമ്പാറിൽ ചേർക്കാൻ ആവശ്യമായ പുളിയും കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുളി നന്നായി പിഴിഞ്ഞെടുത്ത് സാമ്പാറിൽ ചേർക്കും. അപ്പോൾ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി നന്നായി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. അത് തോലെല്ലാം കളഞ്ഞിട്ട് ഇത് രണ്ടായി പിളർന്ന് വെച്ചിട്ടുണ്ട്. ഹായ് എന്ന് പറഞ്ഞ ഹായ്. എത്ര തക്കാളി എടുത്ത് പുഷ്പിച്ച്? 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇവിടെ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സാമ്പാറിലേക്ക് നമ്മളെ വറുത്തരച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ സാമ്പാറിന് നല്ല കളർ വന്നിട്ടുണ്ടല്ലേ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ കട്ടി സാമ്പാറാണ് വേണ്ടെങ്കിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ലൂസിലാണ് വേണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുഷ്പേച്ചിക്ക് നല്ല ലൂസായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നമ്മൾ സാമ്പാർ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. സാമ്പാറിലേക്ക് ചേർക്കാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കൂടി ചേർത്ത് മൂന്നും കൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത്. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് മല്ലിയിലയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് സാമ്പാർ പൊടി ഒന്നും ചേർത്തിട്ടില്ല.
എന്നാലും നല്ല ടേസ്റ്റ് സാമ്പാറാണ്, നല്ല നാടൻ സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിലേക്ക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നാടൻ സാമ്പാറാണ്. അപ്പം നല്ല നാടൻ സാമ്പാർ. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക്, ഉലുവ, കറിവേപ്പില. അപ്പോൾ കായൊക്കെ ചേർത്തപ്പോൾ നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പച്ചടിക്ക് വറുത്തിട്ട് ചട്ടിയാണല്ലേ, പാത്രം വേണം. പിന്നെ അതിലേക്ക് കടുക് ചേർത്തെടുക്കുക. ഉലുവ ചേർക്കണോ? കടുക്, ഉലുവ കുറച്ചിട്ടാൽ മതി. ഇല്ലെങ്കിൽ കറിക്ക് ചെറിയൊരു കയ്പ്പ് വരെ സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് വറ്റൽ മുളക് ചേർത്തെടുക്കാം. അത് ഏകദേശം പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർക്കാം, അതിലും കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ആവശ്യമായ കടുകും ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തെടുക്കാം. അടിപൊളി സാമ്പാർ. സാമ്പാറിലേക്ക് വറുത്തൊഴിക്കും. ഇപ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. കുറച്ച് സമയം അടച്ച് വയ്ക്കും.